മലപ്പുറത്ത് നിപ വൈറസ് ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ഊർജിത നടപടികളാണ് ആരോഗ്യവകുപ്പ് കൈക്കൊള്ളുന്നത്. നേരത്തെ നാം കേട്ടു യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളവരെ ഇതിനോടകം ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ നൽകാനായി സുലേഖയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, നേരത്തെ മലപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയ ക്രമീകരണങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, പഴുതടച്ചുള്ള ക്രമീകരണങ്ങൾ. ഒരിക്കലും രോഗബാധ ഉണ്ട് എങ്കിൽ പോലും അതിനെ വളഞ്ഞിട്ട് തോൽപ്പിക്കാനുള്ള ആർജവമുണ്ട് എന്ന് ബോധ്യമാകുന്ന, അത് പല ഘട്ടങ്ങളിൽ നാം ബോധ്യപ്പെടുത്തിയതാണ്. ആ നടപടികൾ അങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്. എന്താണ് ആരോഗ്യമന്ത്രി ഇതേ സംബന്ധിച്ച് പറഞ്ഞത്? തീർച്ചയായും അജിംഷാദ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നിപ വൈറസ് ബാധിച്ചാണ് ഈ മലപ്പുറത്ത് 24 വയസ്സുകാരൻ മരിച്ചതെന്നുള്ളൊരു ഫലം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഫലം വന്നത്. ഈ ഫലം വന്നയുടൻ തന്നെ, അതായത് ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ നിപ വൈറസ് ആണോ എന്നുള്ളൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ തന്നെ നിപ വൈറസ് ആണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരുന്നു. അതിനുശേഷമാണ് നിപ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത്തരത്തിൽ സ്രവ സാമ്പിളുകൾ അയക്കുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയ ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ മരിച്ച യുവാവിൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരുന്നു. ഒപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും കൃത്യമായ നടപടികളാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മലപ്പുറത്തെ തിരുവാലി എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 16 അംഗ സബ് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെ അടക്കം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി രീതിയിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ച്, അല്ലെങ്കിൽ അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചുള്ളൊരു നടപടികൾ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. 151 പേരാണ് സമ്പർക്ക പട്ടികയിൽ നിലവിലുള്ളത്. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഈ യുവാവ് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ യുവാവിന് എവിടെ നിന്ന് രോഗം വന്നു എന്നുള്ളൊരു കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും പഴങ്ങൾ ഭക്ഷിച്ചത് കൊണ്ടാണോ ഇത്തരത്തിൽ വൈറസ് ശരീരത്തിൽ പതിച്ചത്? അതിനൊപ്പം തന്നെ ഈ വവ്വാലുകളിൽ നിന്നുള്ളൊരു സ്രവമാണോ ഈ യുവാവിന് ലഭിച്ചത് എന്നുള്ളതൊക്കെ തന്നെയും ഉറവിടം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്ന് ആണോ ഇത്തരത്തിൽ യുവാവിന് രോഗം പകർന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ തന്നെയും ഇന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ള 24 വയസ്സുകാരൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 151 പേരാണ് ഈ യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരൊക്കെ തന്നെയും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ കടന്നിരുന്നു. ഈ ഐസൊലേറ്റ് ചെയ്തവരിൽ 5 പേർക്കാണ് ചെറിയ തോതിലെങ്കിലും രോഗലക്ഷണങ്ങളുള്ളത്. അതായത് പനി അല്ലെങ്കിൽ തലവേദന അടക്കമുള്ള രോഗലക്ഷണങ്ങളുള്ളവരുടെ സ്രവ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇവരുടെ പരിശോധനാ ഫലം ഉടൻ തന്നെ ലഭിക്കും, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്തിലെ യുവാവിൻ്റെ നിപ വൈറസ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ നടപടികൾ തന്നെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അജിംഷാദ്. തീർച്ചയായും ദുരന്തവാഹകരായ വൈറസിനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നാം ഒരുക്കി കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ആശങ്ക വേണ്ട. പക്ഷേ ജാഗ്രത കൈവിടാതെ കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യത കൂടി വിളിച്ചോതുകയാണ്. എന്തായിരുന്നാലും മന്ത്രി വീണ ജോർജ് അറിയിച്ച വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചാണ് സുലേഖ വിശദാംശങ്ങൾ നൽകിയത്.